ഹലോ, ഞാൻ എത്ര നേരം നിന്നെ ട്രൈ ചെയ്യാ? ഹലോ എടാ, ഞാനൊരു യാത്രയിലാണ്. റേഞ്ച് കുറവായിരുന്നു. പിന്നെ ഫോണിൽ ചാർജും പെട്ടെന്ന് തീർന്നു. എന്താടോ തന്റെ ശബ്ദം വല്ലാതിരിക്കുന്നല്ലോ? ഐ എം പ്രഗ്നന്റ്. വാട്ട്? ഞാൻ ഗർഭിണിയാണ്. നമ്മൾ പ്രിക്കോഷൻസ് എല്ലാം എടുത്തിരുന്നല്ലേ? എനിക്കറിയില്ല. ഞാൻ ചെക്ക് ചെയ്തു. 1 അല്ല 3 തവണ. ഇറ്റ്സ് പോസിറ്റീവ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചേ. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യം വീട്ടിൽ പറയാം. ഞാൻ എന്റെ അച്ഛനോട് പറയാം. നമ്മുടെ എന്ത് കാര്യം? എന്നെ ചതിക്കാനാണോ നിന്റെ ഉദ്ദേശം? എടോ, ഇതൊക്കെ സാധാരണ കാര്യങ്ങളല്ലേ. ഇതിനൊക്കെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? നമുക്കിതങ്ങ് ഒഴിവാക്കാം. എന്തെങ്കിലും പില്ല് കഴിച്ചാൽ മതി. മാർക്കറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് വരച്ചാൽ മതി. അപ്പൊ ആരും അറിയില്ല. നീ എന്തൊക്കെയാ പറയണേ? അതിന്റെ ആവശ്യം എന്താ? ലെറ്റ്സ് ഗെറ്റ് മാരിഡ്. വൈ ഓൾ ദിസ് കൺഫ്യൂഷൻ? മാരേജ്? നിനക്കെന്താ വട്ടുണ്ടോ? അത് നമ്മള്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? എടോ, എനിക്ക് തന്റെ കാര്യം പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റില്ല. പിന്നെയാണ് ഞാനും പോരാത്ത കുഞ്ഞ്. വെറുതെ ആവശ്യമില്ലാത്ത ചിന്തയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി. അല്ലാതെ ചുമ്മാ മാരേജ്, ഫാമിലി, കുഞ്ഞ് ഇതൊക്കെ തന്നെ പോലെ ഒരാൾ ചിന്തിക്കുന്നത് തന്നെ ശരിയാണ്. കേൾക്കുന്നവർക്ക് ഇതൊരു തമാശയായിട്ട് തോന്നും. വേറെ എന്തെങ്കിലും ഉണ്ടോ പറ, എനിക്ക് വേറെ പണിയുണ്ട്. അപ്പൊ നീ എന്നെ സ്നേഹിച്ചിരുന്നു എന്നത് എന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു അല്ലേ? സ്നേഹമൊക്കെ ഉണ്ട് എന്ന് വെച്ചൊരു ഡിസേബിൾ ആയ പെൺകുട്ടിയെ ഞാൻ എങ്ങനെ ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കും? പിന്നെ നീ പറയുന്നല്ലേ ഉള്ളൂ. ഞാൻ തന്നെയാണെന്ന് എന്താ ഒരു ഉറപ്പ്? നിനക്ക് ഒരുപാട് പേര് ഫ്രണ്ട്സ് ആയിട്ടുണ്ടല്ലോ. അതിലാര് വേണേലും ആവാലോ. വല്ലവന്റെ കൊച്ചിന്റെ തന്തയാണെന്ന് എന്നെ കിട്ടില്ല. ഹലോ അച്ഛൻ. മോളെന്തിനാ വിഷമിക്കുന്നേ? അച്ഛനല്ലേ നിനക്ക്? ഇനി നമുക്ക് അവനെ വേണ്ട. നീ ധൈര്യമായിട്ടിരിക്കേ. സോറി അച്ഛൻ. എന്തിനാ മോളെ? നീ എന്റെ മോളല്ലേ. നിനക്കൊരു സങ്കടം വന്നാൽ അച്ഛനല്ലേ ഇവിടെ? എന്തിനും അച്ഛനുണ്ട് കൂടെ. ഞാൻ പിന്നെ വിളിക്കാം. എന്നാ മോള് കിടന്നു. காஃபி அங்க வச்சிருக்கு. ഹലോ. എന്താ മാഡം പതിവില്ലാതെ രാവിലെ തന്നെ? നിന്റെ വിക്കി സാറ് ബുള്ളറ്റ് എടുത്ത് നാട് വിട്ട് കാണുമല്ലേ? അല്ലേ നമ്മളൊന്നും വിളിക്കില്ലല്ലോ. അനു, ഐ നീഡ് ടു ടോക്ക് ടു യു. നീ ഫ്രീ ആണോ? എന്താടോ എന്താ ശബ്ദം വല്ലാതിരിക്കണേ? അനു, ഞാൻ ലീഗലി മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. എടാ, നീ എടുത്തു ചാടി ഇങ്ങനെ ഒരു ഡിസിഷനിലെത്തല്ലേ? ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് ഓർത്തിട്ടുണ്ടോ? ഞാൻ വിക്കിയായിട്ടൊന്ന് സംസാരിക്കാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. അനു,
ഞാനൊരു ഫ്രണ്ടായി കണ്ടിട്ടല്ല നിന്നോട് ഇതൊക്കെ പറഞ്ഞത്, എൻ്റെ അഡ്വക്കേറ്റ് ആയിട്ടാണ്. പിന്നെ ഇത് പെട്ടെന്നെടുത്ത് തീരുമാനമൊന്നുമല്ല, അതുകൊണ്ട് ഇനി ഇതിലെനി കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ അഡ്വക്കേറ്റിനെ നോക്കിക്കോളാം. എടാ അങ്ങനെയല്ല, ലീഗലി മൂവ് ചെയ്താലുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞേ ഉള്ളൂ. ഞാനുണ്ട് നിന്റെ കൂടെ. എന്തായാലും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഞാൻ വഴി അറിയിക്കാം. ശരി, ബൈ. ഹലോ. ഹലോ. എടാ നമ്മുടെ പേപ്പർ വർക്ക്സ് എല്ലാം കഴിഞ്ഞു. ഇന്ന് ഞാനത് കോർട്ടിൽ മൂവ് ചെയ്യും. ഇതല്ലേ ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, നീ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ഇതിലിനി ആലോചിക്കാനൊന്നുമില്ല, നമുക്ക് മൂവ് ചെയ്യാം. ഞാൻ അവസാനം ഒന്നുകൂടെ ചോദിച്ചേ ഉള്ളൂ. ശരി, പേപ്പേഴ്സ് ഞാൻ കൊടുത്തു വിടാം, നീ സൈൻ ചെയ്തയക്കും. ശരി. ഓക്കെ. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ടൈമാണ്, പ്രത്യേകിച്ച് തൻ്റെ കേസിൽ. തന്നെപ്പോലെ ഒരാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര നാൾ ഫൈറ്റ് ചെയ്യടൂ? താൻ തൻ്റെ ലൈഫ് വെച്ച് റിസ്ക് എടുക്കുന്നത്. എനിക്കറിയാം ഡോക്ടർ, പക്ഷെ എനിക്കിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. ഈ ഏർലി സ്റ്റേജിൽ എനിക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ പോകെ പോകെ ചെക്കപ്പിനും സ്കാനിങ്ങിനും ഒക്കെ വരേണ്ടി വരും. അപ്പോൾ താൻ എന്ത് ചെയ്യും? അതുകൊണ്ട് തൻ്റെ പേരൻസിനോട് എത്രയും വേഗം തിരിച്ചു വരാൻ പറയും. ചേച്ചിയുടെ ഓപ്പറേഷനും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് അവരവിടെ സ്റ്റക്കാണ്. അതൊക്കെ മനസ്സിലായി, എന്നാലും അവരോട് എങ്ങനെയെങ്കിലും വരാൻ പറ. ഹലോ ഡോക്ടർ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഹലോ. നീ എന്താടി വിചാരിച്ചേ? കേസ് കൊടുത്ത് എന്നെ അങ്ങ് ഉണ്ടാക്കാന്നോ? ഇതൊക്കെ കണ്ട് പേടിച്ച് ഞാൻ നിന്റെ കുഞ്ഞിനെ സ്വീകരിക്കുന്നു വല്ല തോന്നലുണ്ടല്ലേ? അത് വേണ്ട. നിന്നെ പോലെ ഒരുത്തിക്ക് ഒരിക്കലും ഒരു ഫാമിലി ലൈഫ് വിധിച്ചിട്ടില്ല. ബാക്കിയുള്ളവരെ പോലെ നിന്നെ അകറ്റി നിർത്താതിരുന്നത് എന്റെ തെറ്റ്. അതിന് നീ എനിക്ക് തന്നല്ലോ. എടേടി, എന്നെ മാത്രമല്ല എന്റെ ഫാമിലിയെ കൂടിയാണ് നീ ഇതിലേക്ക് ട്രാക്ക് ചെയ്യുന്നത്. ഒന്നോർത്തോ, ഈ കേസ് കൊണ്ട് എന്നെക്കാ മാനക്കേടുണ്ടാവാൻ പോകുന്നത് നിനക്കാ. ഹലോ. അതിൽ നിങ്ങൾ ബന്ധുക്കൾക്ക് എന്തിനകത്ത് വിഷമം? ഇനി താൻ എന്തേലും പറഞ്ഞ ദേ ഇവളുടെ ചേട്ടനാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. വെച്ചിട്ട് പോടോ. ഹലോ. കേസ് നമ്മുടെ കൈവിട്ട് പോവുക. തനിക്കറിയാലോ വിക്കിയുടെ കുടുംബത്തിലുള്ള പിടിപാട്. പിന്നെ അവന് വേണ്ടി വാദിക്കുന്ന KT തോമസ് സാറിന് എന്റെ പ്രായത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കോർട്ടിൽ കിടന്ന് ശരിക്കും വെള്ളം കുടിക്കുക. അനു, നിനക്കെന്റെ അവസ്ഥ അറിയാലോ. എനിക്ക് ഈ കേസ് ജയിച്ചേ പറ്റൂ. ഇനി നമ്മുടെ മുമ്പിൽ ഒരു ഒറ്റ വഴിയുള്ളൂ, DNA ടെസ്റ്റ്. അതും കുഞ്ഞുണ്ടായാൽ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ കഴിയൂ. ഡെലിവറിക്ക് ഇനി അധികം നാളില്ലല്ലോ. ഞാൻ അതുവരെ കോർട്ടിൽ ടൈം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ
അതിന് നീ നേരിട്ട് കുഞ്ഞുമായി ഹാജരാവേണ്ടി വരും. ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. നീ ഇതിൽ മുന്നോട്ട് പോകാൻ റെഡി ആണെങ്കിൽ മാത്രം നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. നീ പ്രൊസീഡ് ചെയ്തോ, ഞങ്ങൾ വരും. എന്താ ബാക്കിയുള്ള ഫോർമാലിറ്റീസ് ഞാൻ അറിയിക്കാം. ശരി. ശരിയാണ്. മോളെ, ആ അമ്മ. ഞാൻ കട വരെ ഒന്ന് പോവാണേ. കുഞ്ഞ് നല്ല ഉറക്കമാ. എണീറ്റാ നീ ഒന്ന് പാല് കൊടുത്തേര്. ശരി. ഹലോ. ഇതിലെ എടോ DNA ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. നമുക്ക് അനുകൂല. ഇനി ഒന്നും പേടിക്കാനില്ല. താനെന്തൊന്നും മിണ്ടാത്തെ? ഇനി പലരും വരും കോംപ്രമൈസ് എന്ന് പറഞ്ഞ്. സമ്മതിച്ചു കൊടുത്തോണ്ടല്ലോ കൊല്ലും ഞാൻ നിന്നെ. അനു, ഞാൻ നിന്നെ വിളിക്കാട്ടോ. ഹലോ. ഹലോ ഇതിൽ. എടോ, ഒരാൾക്കും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിന്നെ ഒറ്റയ്ക്കാക്കി പോകരുതായിരുന്നു. പക്ഷെ അത് നിന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. ഒരു ഫാമിലി, കുഞ്ഞ്, ഇതിനൊന്നും ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്. നീ എന്നോട് ക്ഷമിക്കണം. നിന്റെ കൺഫെഷൻ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു വിക്കി. ഒരു DNA ടെസ്റ്റ് വേണ്ടി വന്നു കുഞ്ഞു നിന്റേതാണെന്ന് തെളിയിക്കാൻ, അല്ലേ? ഇതിൽ അങ്ങനെയല്ല. എടാ, എൻ്റെ അച്ഛനു ശേഷം എനിക്ക് ഒരു കുറവുമില്ലാത്ത പോലെ എന്നെ നോക്കിയത് നീയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടതും. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പം എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഞാനിത് എൻ്റെ അച്ഛനോട് എങ്ങനെ പറയുന്നായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തുണ്ടായാലും നീ എൻ്റെ കൂടെ ഉണ്ടാവുന്നു. പക്ഷെ അന്ന് നീ എന്നെ ഓർമ്മിപ്പിച്ചു എൻ്റെ കുറവുകളെക്കുറിച്ച്. നീ ചോദിച്ചില്ലേ എന്നെ പോലെ ഒരാൾക്ക് എങ്ങനെയാണ് കുഞ്ഞൊക്കെ എന്ന്. എടാ, കുറവുകളിൽ എന്നെ എൻ്റെ അച്ഛനമ്മയും നോക്കിയില്ലേ? അതേ ആത്മവിശ്വാസത്തോടെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും നോക്കിക്കോളാം. നമ്മുടെയല്ല, എൻ്റെ. ലീഗലി എൻ്റെ കുഞ്ഞിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛനെ വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ കേസും കോടതിയൊക്കെ. അല്ലാതെ എൻ്റെയോ എൻ്റെ കുഞ്ഞിൻ്റെ മേലോ എനിക്കൊരു അവകാശമില്ല. ഇതിൽ ഞാൻ പറയുന്നൊന്നും കേൾക്ക്. അങ്ങനെയല്ല.